ഹമാസിനെ പൂർണ്ണമായി നശിപ്പിക്കുന്നതുവരെ ഗാസയിൽ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്. ഗാസയിലുള്ള ഹമാസ് തുരങ്കങ്ങൾ നശിപ്പിക്കുമെന്നും അതിനെ പരിമിതികൾ നോക്കില്ലെന്നും കാറ്റ്സ് കൂട്ടിച്ചേർത്തു. ഗാസ മുനമ്പിലെ ഇസ്രായേൽ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന ഹമാസ് ഭീകരരെ സുരക്ഷിതമായി തിരിച്ചയക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതിനിടെയാണ് ഇസ്രായേലിന്റെ പുതിയ പ്രസ്താവന. ഇസ്രായേലിന്റെ നിയന്ത്രണമുള്ള മഞ്ഞവരയ്ക്കുള്ളിൽ ആക്രമണം തുടരും. ഹമാസിന്റെ ടണലുകൾ തകർക്കുകയും ഭീകരരെ ഇല്ലാതാക്കുമെന്നുമാണ് ഇസ്രായേൽ കാറ്റ്സിന്റെ മുന്നറിയിപ്പ്. എല്ലാ ബന്ദികളെയും തിരിച്ചയക്കുന്നതോടൊപ്പം ഹമാസിനെ നിരായുധീകരിക്കുക എന്നതാണ് ഇസ്രായേൽ ലക്ഷ്യമെന്നും മന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു. റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 200ഓളം ഹമാസ് ഭീകരരാണ് റഫയ്ക്ക് താഴെയുള്ള തുരങ്കങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നത്. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട്. ഒളിഞ്ഞിരിക്കുന്ന ഭീകരർക്ക് സുരക്ഷിതമായി മടങ്ങുവാൻ ആകില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ അറിയിച്ചിരുന്നു.